അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്ര സംഭവം. ഞങ്ങൾ സ്വഹാബികളെല്ലാവരും ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലിരിക്കുന്നു. ആ പ്രവാചകനിൽ നിന്നും വീഴുന്ന മൊഴിമുത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ വേണ്ടി. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് നമ്മളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബത്തെ, സ്വർഗത്തിൻ്റെ അവകാശിയായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മുടെ അടുക്കലേക്ക് ഇപ്പോൾ കടന്നു വരും. റസൂൽ ഇത് പറയുമ്പോൾ നമുക്കൊക്കെയും വല്ലാത്ത ആകാംക്ഷയും ആഗ്രഹവുമായി ആ മനുഷ്യൻ ആരാണെന്നറിയാൻ. ഫത്തൊലഅ റജുലുൻ മിനൽ അൻസ്വാരി. അൻസ്വാരികളിൽപ്പെട്ട ഒരു സാധുവായ മനുഷ്യൻ നമ്മളുടെ അടുക്കിലേക്ക് കടന്നു വന്നു. ഹദീസിൽ കാണാം, അയാളുടെ താടി രോമങ്ങളിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്നുണ്ട്. ഇടത് കൈയിൽ അയാളുടെ ചെരുപ്പും പിടിച്ച് പള്ളിയുടെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചിട്ട് നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നിരുന്നു. 1-2 ആഴ്ച കഴിഞ്ഞ് മറ്റൊരവസരത്തിലും ഇതുപോലെ ഇതേ വാചകം അള്ളാഹുവിൻ്റെ റസൂൽ ആവർത്തിച്ചു. അന്നും നമ്മൾ വളരെ ആകാംക്ഷയോടെയും ജിജ്ഞാസയോടും കൂടി നോക്കി, ആരാണ് ആ മനുഷ്യൻ? അപ്പോഴും ഒരാഴ്ചയ്ക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂല് ഏതൊരു വ്യക്തിയെക്കുറിച്ചാണോ പറഞ്ഞത്, ആ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് അന്നും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. ഇത് അള്ളാഹുവിൻ്റെ റസൂല് 3 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഒരേ വ്യക്തിയെക്കുറിച്ച്, ഒരു അൻസ്വാരിയായ ഒരു സ്വഹാബിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയാണ്. പ്രത്യക്ഷമായിട്ടൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താങ്കൾ എന്നെ അതിഥിയായി 1-2 ദിവസം താമസിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിഥിയായി ആ മനുഷ്യൻ താമസിക്കാൻ പോകുന്നു. അദ്ദേഹത്തെ കൃത്യമായി നിരീക്ഷിച്ചു. രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുമ്പോൾ അദ്ദേഹം അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ എന്നൊക്കെ ഉറക്കത്തിനിടയിൽ പറയുന്നുണ്ട്. തഹജ്ജുദും അതുപോലെ പ്രഭാത നമസ്കാരത്തിനു മുൻപുള്ള സുന്നത്ത് നമസ്കാരവും സുബഹി നമസ്കാരവും ഒക്കെ അനുഷ്ഠിക്കുന്നു. ഫലം അറക്ക്, എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നെന്താണ് അള്ളാഹുവിൻ്റെ റസൂല് ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന എന്ന് പറയാൻ കാരണം? മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ അൻസാരിയോട് ഈ വിവരം പറഞ്ഞു. ആ അൻസാരി പറഞ്ഞു, ഫവല്ലാഹി, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ ഞാൻ മറ്റൊരു കർമ്മവും ചെയ്യുന്നില്ല. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോകാൻ നേരത്ത് ദഅനി, അദ്ദേഹം വീണ്ടും വിളിച്ചു, അബ്ദുല്ലാ, ഞാൻ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ അൻസ്വാരിയായ ആ മനുഷ്യൻ 2 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത്, ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശ. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഒരു മനുഷ്യനോടും, ഒരു മുസ്ലിമിനോടും, ഒരു മനുഷ്യനോടും ഞാൻ പക കൊണ്ട് നടക്കാറില്ല, ദേഷ്യം കൊണ്ട് നടക്കാറില്ല, വിദ്വേഷം കൊണ്ട് നടക്കാറില്ല. രണ്ടാമതായി വീണ്ടും അദ്ദേഹം പറഞ്ഞു, വല അഹ്സദു, ഞാൻ ഒരൊറ്റ മുസ്ലിമിനോടും ഒരു മനുഷ്യനോടും അള്ളാഹു അയാൾക്ക് ചെയ്ത അനുഗ്രഹത്തിൽ ഞാൻ അസൂയ വെക്കാറില്ല.
ഇത് കേട്ട മഹാനായ അബ്ദുല്ലാഹു ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്, ഇത് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് വഹി അറിയിച്ചത്. ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ് എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നാം ചിന്തിക്കണം. പലപ്പോഴും ഞാൻ ഹജ്ജും നമസ്കാരവും നോമ്പും സക്കാത്തും 10-30 റമളാൻ നമുക്ക് കയ്യിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനൊരു സംതൃപ്തിയില്ല, ഒരു സമാധാനമില്ല. എന്തേ അതിൻ്റെ കാരണം? ജീവിത പങ്കാളിയോട് പകയാണ്, മകനോട്, മകളോട്, മരുമകനോട്, ഉപ്പയോട്, ഉമ്മയോട്. പലപ്പോഴും അവരിൽ നിന്ന് നമ്മെ പ്രയാസപ്പെടുത്തുന്നത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവരൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ശാപവർഷം നടത്തുന്നത് പോലുമുള്ള ആൾക്കാരുണ്ട്. സ്വന്തം ഉദരത്തിൽ പ്രസവിച്ച മകനെ അല്ലെങ്കിൽ മകളെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച അൻസ്വാരിയായ ആ മനുഷ്യൻ്റെ ചരിത്രം നമ്മെ ചിന്തിപ്പിക്കുന്നത്, എന്നെ ചിന്തിപ്പിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളിലേക്ക്, നമ്മുടെ രൂപലാവണ്യങ്ങളിലേക്ക്, നമ്മുടെ സമ്പത്തിലേക്ക്, സൗന്ദര്യത്തിലേക്ക് അല്ല അള്ളാഹു നോക്കുന്നത്. അള്ളാഹ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലുള്ള ശുദ്ധമായ, പരിശുദ്ധമായ മനസ്സിലേക്കാണ്. ഒരു മനുഷ്യൻ്റെ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ദിവസം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഈ അൻസ്വാരിയായ മനുഷ്യൻ്റെ സലീമായ, ആരെക്കുറിച്ചും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ദേഷ്യമില്ലാത്ത, ശാപവർഷങ്ങളില്ലാത്ത, അസൂയയില്ലാത്ത ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളം പോലെ റമളാൻ പ്രവേശിക്കുന്നതിന് മുമ്പ്, പരിശുദ്ധമായ റമളാനിൻ്റെ മാസപ്പിറവി ദർശിക്കുന്നതിന് മുമ്പ്, പ്രിയമുള്ളവരെ, നമ്മുടെ അകത്തളമാണ് ശുദ്ധിയാക്കേണ്ടത്. ഇനിയും ഒരു റമളാനിന് ജീവിക്കുമോ എന്നൊരുറപ്പുമില്ല. പലപ്പോഴും ഹോസ്പിറ്റലിൻ്റെ ICUവിലും ഹോസ്പിറ്റലിലുമൊക്കെ ആകുമ്പോൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ഞാൻ ഹോസ്പിറ്റലിലാണ്, നമ്മുടെ കൂട്ടുകാരെയും സമൂഹത്തെയും ഒക്കെ അറിയിക്കാറുണ്ട്. ആ ഇരുളടഞ്ഞ ഖബറിൽ മനുഷ്യരോടുള്ള പെരുമാറ്റം, ഉമ്മയോടുള്ള പെരുമാറ്റം, വൃദ്ധയായ ഉപ്പയോടുള്ള പെരുമാറ്റം, സാധുവായ നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള പെരുമാറ്റം, നമ്മുടെ മകളോട്, മരുമകളോട്, മകനോട്, മരുമകനോടുള്ള പെരുമാറ്റം ഹൃദ്യമായിരിക്കണം. സഹോദരങ്ങളെ, നോമ്പിൻ്റെ ലക്ഷ്യം പട്ടിണിയല്ല. ചുട്ടുപൊള്ളുന്ന പകലന്തിയോളം പട്ടിണി കിടന്ന് നാവിനെ, മനസ്സിനെ, ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിയാതെ കേവലം ഒരു നോമ്പുകാരനാണ് എന്ന വിശേഷണത്തിനപ്പുറം മനസ്സറിഞ്ഞ ഈ പരിശുദ്ധ റമളാൻ നമ്മുടെ ഖബറിൻ്റെ ഉള്ളിൽ വെളിച്ചമാകുന്നതേകണം. സഹോദരങ്ങളെ, റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങുമ്പോൾ ഈ റമളാൻ നമുക്ക് മനസ്സറിഞ്ഞ പുണ്യങ്ങൾ നേടിത്തരുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മെ തിരുത്തുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിയുന്ന ഒരു റമളാനായി റബ്ബിൽ നിന്ന് നോമ്പ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളെ ശുദ്ധീകരിച്ച് പരിശുദ്ധവാന്മാരിൽ പരിശുദ്ധവാന്മാരായി ജീവിക്കാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് പുറത്തു നിന്ന് അവശേഷിക്കുന്ന ജീവിതം നന്മയിലും